മക്കളെ, ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു വെറൈറ്റി സമൂസയാണ്. അത് എന്താന്ന് ചോദിച്ചാൽ നല്ല അടിപൊളിയായിട്ട് മുട്ട കൊണ്ടുള്ള സമൂസ, മുട്ട സമൂസയാണ് ഉണ്ടാക്കാൻ പോണത്. അത് നമുക്ക് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതിനി എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. അതിനു വേണ്ടി ഞാനിതാ 5 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് എടുക്കാം. ഇത് കുഞ്ഞു മുട്ടയാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ, നമ്മുടെ കോഴിയുടെ മുട്ടയാണ്. അതാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞതായിരിക്കുന്നത്. പഴം പോലെ വരുന്നുണ്ട് തോല്, കണ്ടില്ലേ? ഇനി നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഈ മഞ്ഞയും വെള്ളയും ഒക്കെ പാടെയാണ് മുറിച്ചെടുക്കുന്നത് കേട്ടോ. ഇതാ ഈ സൈസിൽ മുറിച്ചാൽ മതി. നമുക്ക് എല്ലാതും മുറിച്ചെടുക്കാം. എല്ലാതും ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. വെള്ളയും ഇതാ ഉണ്ണിയും അതേപോലെ മുറിച്ചിട്ടുണ്ട്. ഇനി ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് എടുക്കാം. ഇതാ ഇതേപോലെ എല്ലാ തോലും ഉരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിലേക്കിട്ടൊന്ന് ഉടച്ചെടുക്കണം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. കണ്ടില്ലേ? കട്ടയൊന്നുമില്ല ഇനി ഇതിൽ, കണ്ട. ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെക്കുക. ഇതൊന്ന് കത്തിച്ച് ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി വന്നാൽ ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 5-6 ഇല്ലി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. ഇപ്പോൾ നമ്മളെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമണമൊക്കെ മാറി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിനി ഇതിൽ ഞാൻ ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വരട്ടെ. മക്കളെ, ഇത് കണ്ടില്ലേ? നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വാടി വന്നിട്ടുണ്ട്. ഈ ലെവലിൽ വഴണ്ടാൽ മതി. ഇനി വല്ലാതെ ബ്രൗൺ കളറിലൊന്നും ആവണ്ട കേട്ടോ. നമുക്കിതിൻ്റെ മസാല ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി മസാലകളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അപ്പം നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറി ഉള്ളി മസാലയൊക്കെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മസാലയും ഉരുളക്കിഴങ്ങും ഒക്കെ പാടെ നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കാം. ഇപ്പം മസാലയും ഉരുളക്കിഴങ്ങും മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് തോടൊക്കെ കളഞ്ഞ് അരിഞ്ഞ് വെച്ച കോഴിമുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ടിട്ട് വല്ലാതെ കുത്തി ഉടച്ച് മിസ്സാക്കരുത് കേട്ടോ മക്കളെ. ഒന്ന് ഇതേപോലെ ഒന്ന് മിസ്സാക്കി എടുത്താൽ മതിയേ. ഇനി ഇതിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി നമുക്ക് മിക്സാക്കിയിട്ട് ഇറക്കി വെക്കാം. ഇതിപ്പോൾ നമ്മുടെ കോഴിമുട്ടയും മല്ലിയിലയും ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇറക്കി വെക്കാം.
അങ്ങനെ നമ്മുടെ സമൂസയുടെ ഉള്ളിൽ വെക്കണ ഫില്ലിങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ ഒരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കാം. ഇതെന്തിനാന്ന് ചോദിച്ചാൽ സമൂസയുടെ സീറ്റ് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതാ ഈ പരുവം മതിയാവും. കണ്ടില്ലേ? ഞാൻ സമൂസ സീറ്റ് ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടില്ല. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഈ നോമ്പ് കാരണം എല്ലാ കടകളിലും ഉണ്ടാവും ഈ സമൂസയുടെ സീറ്റ് ഇട്ടോ. ഇപ്പം സമൂസ ഉണ്ടാക്കാനുള്ള എല്ലാ സാധനവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സമൂസ പോലെ മടക്കിയെടുക്കാം. ആദ്യം നമുക്ക് ഇതേപോലെ ഒരു സീറ്റ് എടുത്തിട്ട് ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ മടക്കി ഇങ്ങനെ ആക്കിയെടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ ഫില്ലിങ് നിറച്ച് വെക്കണം. ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ മടക്കി ഇങ്ങനെ എടുത്ത് ഇതിൽ നമുക്ക് മൈദപ്പൊടി ഒട്ടിച്ചു കൊടുക്കാം. പശ വെച്ച് കൊടുക്കാം. ഇനി അടുത്തത് ഒരു സീറ്റ് എടുത്ത് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ നമുക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കാം. ഇനി ഇങ്ങനെ മടക്കിയിട്ടതാ ഇങ്ങനെ എടുത്ത് ഇവിടെ നമുക്കിനി പശ തേച്ച് കൊടുക്കാം. ഇതിങ്ങനെ വെച്ച് കൊടുക്കട്ടെ. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇതാ ഇങ്ങനെ നമുക്ക് എല്ലാ സമൂസയും ഇതേപോലെ മടക്കിയെടുക്കാം. അങ്ങനെ ഇതാ നമ്മളെല്ലാം അത് മടക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്നാവും കേട്ടോ. വല്ലാതെ ടൈം പിടിക്കില്ല. മീഡിയം തീയിൽ വെച്ച് വേണം വേവിച്ചെടുക്കാൻ. നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം. മക്കളെ ഇതൊരു ഗോൾഡൻ കളറാവുമ്പോഴാണ് എടുക്കേണ്ടത് കേട്ടോ. ഈ സീറ്റ് ഉണ്ടല്ലേ മക്കളെ, നമ്മൾ കടയിൽ നിന്ന് വാങ്ങി പൊട്ടിക്കുമ്പോൾ നല്ല നൈസായിരിക്കും. ഒരു 2-3 എണ്ണം എടുത്ത് പുറത്ത് ഒരു 2 മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് ഉണങ്ങിപ്പോവും. നമുക്ക് സമൂസയുടെ രീതിയിൽ പിടിക്കുമ്പോൾ പൊട്ടിപ്പോവും. അതുകൊണ്ട് സൂക്ഷിച്ചിട്ട് വേണം ഇത് എടുക്കാൻ. കവറിൽ നിന്ന് ഓരോന്നായിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഓരോന്നായിട്ട് ഊരിയെടുത്താൽ മതി. അതുവരെ ആ കവറിൽ ഇരുന്നോട്ടെ, അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചെടുക്കുകയാണെങ്കിൽ കുറേ ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ മക്കളെ, നമ്മുടെ സമൂസ വെന്ത് പൊരിഞ്ഞ് നല്ല ഗോൾഡൻ കളറിലായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. കണ്ടില്ലേ മക്കളെ, ഇത് കണ്ടില്ലേ നമ്മുടെ സമൂസ എല്ലാം അതും പൊരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു സമൂസ എടുത്തിട്ട് പൊളിച്ചു നോക്കാം. കണ്ടില്ലേ? അയ്യവാ. അപ്പം ഇതേപോലെ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി വെക്കണം. എന്തായാലും സമൂസ ഇഷ്ടമുള്ളവർക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.